കർത്താവേ രക്ഷിക്കണമേ. അറിഞ്ഞില്ലേ നമ്മുടെ കപ്പ്യാരുടെ മോള് ഒരു അന്യജാതിക്കാരനോട് ഒളിച്ചോടി പോയിന്ന്? ആണോടാ? ശരിയാണോടാ? പത്രത്തിൽ വാർത്ത വല്ലതും ഉണ്ടോ? ഏയ്, പത്രത്തിലൊന്നും കാണാനുള്ള സാധ്യതയില്ല. എന്തായാലും ജോണിക്കുട്ടിക്ക് അതൊരു ലാഭമായി. കെട്ടിച്ചു വിടണമെങ്കിൽ കാശും സ്വർണം കൂടി എത്രയാ? അതെന്നെ വർത്തമാനാ ഗുരുവച്ചൻ ഈ പറയുന്നത്. താനൊരു കച്ചവടക്കാരനായതുകൊണ്ട് ലാഭം നോക്കി കെട്ടിച്ചു വിടുമായിരിക്കും. പക്ഷെ ഞങ്ങളാരും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അല്ലേടോ തോമസേ? അല്ല, പെണ്ണിറങ്ങിപ്പോയതിന് കപ്പിയാരെന്താ ചെയ്യാനാ? എന്നാലും നമുക്ക് ലാഭമാണോ തോമസേ അത്? അങ്ങനൊന്നും പറയില്ലേ ഗുരുവച്ച? ആ കൊച്ചു പള്ളിയിലെങ്കിൽ പോകാറില്ലെന്നേ. അവൾക്ക് പിന്നെ ആരായാലും എന്താ? അപ്പം കപ്പിയാരാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ആ കപ്പേരെങ്ങനെയാ പള്ളി പോണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആകെ നാണക്കേടായി. എന്നാ ഓരോരോ കാര്യങ്ങളെ. പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ട് യുവമിഥുനങ്ങളെ കെട്ട് കഴിഞ്ഞിട്ടേ ഒരുമിച്ച് ജീവികളും കപ്പിയാർക്കെന്താ നാണക്കേട്? അല്ല പിന്നെ ബെന്നിച്ചേട്ടാ, അറിഞ്ഞില്ലേ കപ്പിയാരുടെ മോള് ഒളിച്ചോടി പോയി? ഞാൻ അവളുടെ കൂടെയാ. ചേട്ടാ അറിഞ്ഞില്ലേ കപ്പിയാരുടെ മോള് ഒളിച്ചോടി പോയി? എന്താ പറഞ്ഞേ? കപ്പ്യാരുടെ മോൾ ഒളിച്ചോടി പോയിന്ന് അറിഞ്ഞില്ലേന്ന്? ഞാനറിഞ്ഞില്ല. നിങ്ങളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അവൾ എൻ്റെ കൂടെ വന്നെന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജാതിമത ഭേദമന്യേ സങ്കരീനങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഇന്ത്യ. കപ്പ്യാരുടെ മോൾക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ സോഷ്യലിസം ഇപ്പോഴും ഉണ്ടോടാ സ്റ്റാൻഡിലെ? ഒരു കട്ടൻ ചായം പരിപാടി എടുക്കട്ടെ? വേണ്ട അല്ലേ? എന്നാ മിണ്ടാണ്ടിരുന്നേ. ഓസിന് പത്രം വായിച്ചിട്ട് പോയിക്കോണം, വെറുതെ മനുഷ്യനെ മെനുക്കെടുത്താനായിട്ട്. ഭൂഷമൊരാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാളെ കൃസംഖ്യാന്നാ തോന്നണേ. ചായ പറയുമ്പോഴേ പഞ്ചസാരക്ക് വരെ ഇന്ദുപ്പിട്ട് കൊടുക്കും ഞാൻ. കടക്കട്ടെ അവിടെ. വേണമെങ്കിൽ ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തും ഞാൻ. കാണിച്ചു തരണ്ട ഞാൻ.